വിന്നേഴ്സ് ക്യുസ്പീഡിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 1982 പുറത്തിറങ്ങിയ റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമ ലോക സിനിമയിലെ ഒരു നാഴികക്കല്ലായി അത് മാറി. മികച്ച ചിത്രത്തിനും മികച്ച നടനും ഉൾപ്പെടെ 8 അക്കാദമി അവാർഡുകൾ നേടി. മഹാത്മാവിന്റെ അവിസ്മരണീയമായ ചിത്രീകരണത്തിന് ബെൻ കിങ്സ്ലിയുടെ ഈ ചരിത്ര സിനിമയെ ഇന്ത്യൻ പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുന്നതിനായി നിരവധി പ്രാദേശിക ഭാഷകളിലേക്ക് ഇത് ഡബ് ചെയ്തു. തെലുങ്ക് പതിപ്പിനായി ബെൻ കിങ്സ്ലിക്ക് ഗാന്ധി ആയി ഡബ് ചെയ്യാൻ നിർമ്മാതാക്കൾ ഒരു ഉന്നത ഇന്ത്യൻ ഇതിഹാസത്തിലേക്ക് തിരിഞ്ഞു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് അപാരമായ ഗുരുത്വാകർഷണം വഹിച്ച ഒരാൾ. ആരെയാണ് ഈ ഡബിങ്ങിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്? അതെ, 1982 പുറത്തിറങ്ങിയ ഗാന്ധി എന്ന ചിത്രത്തിന്റെ തെലുങ്ക് ഡബിംഗ് പതിപ്പിൽ ബെൻ കിങ്സ്ലിക്ക് ശബ്ദം നൽകിയത് SP ബാലസുബ്രഹ്മണ്യം. SPB എന്ന പേരിൽ അറിയപ്പെടുന്ന SP ബാലസുബ്രഹ്മണ്യമാണ്. SP ബാലസുബ്രഹ്മണ്യം ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചത് ഈ ചിത്രത്തിലൂടെയാണ്. പിന്നണി ഗാനത്തിനപ്പുറം അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം എടുത്തു കാണിക്കുന്ന പ്രകടനമായിരുന്നു അത്. K. ബാലചന്ദ്രന്റെ മന്മഥലീല എന്ന ചിത്രത്തിലൂടെ യാദൃശ്ചികമായാണ് അദ്ദേഹം ഡബിംഗ് ആരംഭിച്ചത്. താമസിയാതെ കമൽഹാസന്റെ സ്ഥിരം തെലുങ്ക് ശബ്ദമായി അദ്ദേഹം മാറി. ദശാവതാരം എന്ന ചിത്രത്തിലെ കമൽഹാസന്റെ 10 വേഷങ്ങളിൽ 7 അദ്ദേഹം ശബ്ദം നൽകി. വർഷങ്ങളായി രജനീകാന്ത്, സൽമാൻ ഖാൻ, വിഷ്ണുവർദ്ധൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്ക് ഒന്നിലധികം ഭാഷകളിൽ ഡബിംഗ് നടത്തിയ SPB എന്ന SP ബാലസുബ്രഹ്മണ്യമായിരുന്നു 1982 പുറത്തിറങ്ങിയ ഗാന്ധി എന്ന ചിത്രത്തിന്റെ തെലുങ്ക് ഡബിംഗ് പതിപ്പിൽ ബെൻ കിങ്സ്ലിക്ക് ശബ്ദം നൽകിയത്.